കളിക്കാം. ഹലോ ഗായ്സ്, ഞാൻ കാണിക്കാൻ പോകുന്ന ചെസ് കളിക്കുന്നതാണ്. ലൈക്കും സബ്സ്ക്രൈബും ദയവായി ചെയ്യുക. ഓക്കെ, നേരെ പുറകിലെടുക്കുക. കച്ച വന്നിരിക്കുന്നുണ്ട്. ഈ സ്ഥലത്ത് വെള്ളം വരണം. ഈ വെള്ള ഭാഗത്ത് നേരെ നമ്മുടെ ചെസ് ബോർഡ് വെക്കുന്ന അത് വെക്കുന്ന പോലെ വെപ്പം വെക്കാം. അത് കളിക്കുന്ന ഞാൻ അടുത്തത് ആക്കലുണ്ട്. ഇതിൻ്റെ പോയിന്റ് മേടിക്കാം. ഇതിൻ്റെ പോയിന്റ് എത്ര? നൈറ്റിൻ്റെ പോയിന്റ് എത്ര? നോ 1 അല്ല 2 അല്ല 3 പോയിന്റാണ് ഗൈസ് നൈറ്റിന്. നമുക്ക് വേണ്ട ഇതിൻ്റെ പോയിന്റ്. ഇതിൻ്റെ അറിയാമോ? ഇതിൻ്റെ 5. പേര് പറഞ്ഞിട്ട് പറയാണ്ടായിരുന്നു. ഇതിൻ്റെ പോയിന്റ് 2 ആണോ? 2 0 കറക്റ്റ് ഗൈസ്. രാജാവിന് എപ്പോഴും 0 ആയിരിക്കും. ഇനി അടുത്തത് ഇത് 10-നകത്തുനിന്നൊന്ന് നിങ്ങളൊന്ന് കുറച്ച് നോക്കിക്കുക. മനസ്സിലായോ? മനസ്സിലായത് കമന്റ് ചെയ്യും. ഇനി നമുക്ക് ഇതിനെ അവർക്ക് ചതുരംഗത്തിലും ചെസ്സിലും നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലായിട്ടത് വിളിക്കുന്ന പേരൊക്കെ പഠിക്കാം. ഇത് ചതുരംഗത്തിൽ വിളിക്കുന്ന രാജാവ്. ഇനി ഓരോ പേര് വേണം. ഇതിൻ്റെ ചതുരംഗത്തിൽ വിളിക്കുന്ന രാജാവ്. ഇതിൻ്റെ രാജ്ഞി. ഇതിൻ്റെ ആന. ഇതിൻ്റെ അറിയാവോ? ചതുരംഗത്തിൽ വിളിക്കുന്ന തേര്. ഇതിനെ നമ്മൾ ചതുരംഗ പടയാളിയല്ല, പടയൻ. ഇതിനെ വിളിക്കുന്ന ഇത് നമ്മൾ ഇതിനെ നൈറ്റ്. വിളിക്കുന്ന ഇനിയൊക്കെ ഇതിനെ എല്ലാത്തിനും നമുക്ക് ചെസ്സിനകത്ത് എന്തോ വിളിക്കുന്നതെന്നൊക്കെ കാണിക്കാം. ഇതിനെ കുതിരയ്ക്ക് എന്തോ വിളിക്കുന്നത് നൈറ്റ്. രാജാവിന് കിങ്. രാജാവിനെ വിളിക്കുന്ന കിങ്. ഇതാണ് ആനയ്ക്ക് വിളിക്കുന്ന ബിഷപ്പ്. ഇതാണ് ചെസ്സിൽ വിളിക്കുന്നത് ക്യൂന്. ഇതിനെ നമുക്ക് വിളിക്കുന്നത് തേരിനെ നമ്മൾ എന്തുവാ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് ചെസ്സിൽ ഊക്ക്. ഇതിനെ നമ്മൾ എന്തുവാ മലയാളത്തിൽ വിളിക്കുന്ന ചതുരംഗത്തിൽ പടയൻ. അത് കഴിഞ്ഞ് ഇതിനെ നമ്മൾ പടയൻ അതറിയാം. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് പൗണ്. ലൗഡ് സ്പീക്കർ കേൾക്കാം. ഇനി നമുക്ക് ഈ ബോർഡിൻ്റെ ഇത് നമുക്ക് പഠിക്കാം. കളി കാണാമോ? ഇങ്ങനെ പിടിക്കാം. ഇതറിയാമോ? ഇതിൻ്റെ പേര് A1, ഇതിൻ്റെ പേര് B1, ഇതിൻ്റെ പേര് C1, ഇതിൻ്റെ പേര് D1, ഇതിൻ്റെ പേര് E1, ഇതിൻ്റെ പേര് F1, ഇതിൻ്റെ പേര് G1, ഇതിൻ്റെ പേര് H1. അതുപോലെ തിരിച്ച് കണ്ടിട്ടും വായിച്ചാലും അതുപോലെ തന്നെ. ഇതിൻ്റെ അറിയാമോ?
വരച്ചു പോലെ. ഇതല്ല ഇതിനെന്താ 3A 4A 5A 6A 7A 8A അതുപോലെ A വരുന്ന സ്ഥാനത്ത് A എന്ന് വിളിക്കണം. B വരുന്ന സാധനത്തിനല്ല B എന്ന് പറയണം. നമ്പർ അതുപോലെ തന്നെ നോക്കിയാലും മതി. അതുപോലെ ചെസ്സിൻ്റെ നമ്പറൊക്കെ പഠിച്ചല്ലോ. ഇനി നമുക്ക് ചെസ് ബോർഡിൻ്റെ നീക്കുന്ന പേര് അറിയണം. ഇപ്പൊ കാണുക. ഫസ്റ്റ് ടൈം ഇന്റർവെൽ കഴിഞ്ഞു. ഇനി ഗായ്സ് നമുക്കിനി ഈ ബോർഡിൻ്റെ ഇതിൻ്റെ ഇങ്ങനെ പോകുന്നതെന്ന് നമുക്ക് പഠിക്കാം. വേണ്ട ഇത് നമ്മൾ ഇങ്ങനെ പോകുന്നതിന് നമ്മൾ പഠിക്കുന്നത് എന്തോ ഇതിന് പോകുന്ന വെർട്ടിക്കൽ ഇങ്ങനെ വെച്ച് വായിച്ചാൽ ഹോണട്ട് ഇങ്ങനെ വെച്ച് വായിച്ചാൽ വെർട്ടിക്കൽ ഇങ്ങനെ വെച്ചാൽ ഹോണട്ട് ഇവിടെ വെച്ചാൽ വെർട്ടിക്കൽ ഹോണട്ട് അതുപോലെ തന്നെ തിരിച്ചു മനസ്സിൽ വായിച്ചാൽ അതുപോലെ. അതുകൊണ്ട് ഇത് ഇങ്ങനെ വരുന്നത് ബിഷപ്പ് പോകുന്ന പോലെ ആന ബിഷപ്പ്. ഇത് ഞാൻ പഠിപ്പിച്ചു എന്നിട്ട് ഇവന് ഒന്നും അറിയത്തില്ല. കണ്ടോ അങ്ങനെ നമുക്ക് ഇതിന്റെ പൊസിഷൻ ഒക്കെ പഠിക്കാം. ഇതിനൊക്കെ വെക്കുന്നത് ബിഷപ്പിന്റെ പൊസിഷൻ വേണ്ട നമ്മള് ബിഷപ്പിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ F8 അല്ലെങ്കിൽ മറ്റേ ബിഷപ്പിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 8C. അതുപോലെ ഇത് രണ്ടും ഇങ്ങനെ 3 കളം ഇങ്ങനെ ചാടി വെക്കണം. അതുപോലെ പിന്നെ രാജ്ഞിയുടെ കറുത്ത സ്ഥലത്തിരിക്കണം. അതിന്റെ പേരിങ്ങനെ അറിയാമല്ലോ വെക്കുമ്പോൾ. കുതിര ഇരിക്കുന്ന ബിഷപ്പിന്റെ തൊട്ടപ്പുറത്ത് ഇങ്ങനെ വെച്ചാൽ. അതുപോലെ പിന്നെ പൗണ് എല്ലാം നമ്മുടെ മുമ്പിൽ വെക്കണം. നമ്മളെല്ലാം പൗണിനെ വെക്കണം. നമ്മളെല്ലാം പൗണിനെ നമ്മൾ വെക്കുവാണ്. പിന്നെ ഇവിടെ വെക്കുന്നതൊക്കെ കാണിക്കാം. ഇന്റർവെൽ കഴിഞ്ഞു. അങ്ങനെ ഗൈസ് ഇനി നമുക്ക് വേണ്ട ഇത് കണ്ടോ. ഇനി നമ്മൾ എല്ലാം എല്ലാം പൗണിനെ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് റൂക്ക് ഇതിനെ നമ്മൾ വെക്കുന്ന H8 കണ്ടോ H8. ഇനി നമ്മൾ മറ്റേ റൂക്ക് എന്തില്ലേ അങ്ങനെ നമ്മൾ മറ്റേ റൂക്കിനെ നമ്മൾ വെക്കുന്നത് A8 അങ്ങനെ നമ്മളൊരു സ്ഥലം വെച്ചിട്ടുണ്ട്. ഇനിയൊക്കെ അടുത്ത സ്ഥലം കൂടെ ഒക്കെ വെക്കാം. ഫസ്റ്റ് ടൈം ആക്കാം കേട്ടോ. ഇന്റർവെൽ കഴിഞ്ഞു. ഞാൻ ഇത് കാണിച്ചിട്ട് ഞാൻ ഒരു ഇന്റർവെല്ലും കൂടി ഇടാൻ പോകുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ 2 നമ്മൾ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിക്കാറ്. 2 നമ്മൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവന് കളിക്കാൻ അറിയത്തില്ല, വെറുതെ കളിക്കാന്ന് പറഞ്ഞിരിക്കത്തുള്ളൂ. അത് എനിക്ക് പാതി ആകുമ്പോൾ തോറ്റിട്ടങ്ങ് ഓടും. നമുക്ക് ലാസ്റ്റ് ഒക്കെ കളിയൊക്കെ കാണിക്കാം. ഇപ്പം നമുക്ക് ഇനി ഇതിൻ്റെ മൂവാണ് നമ്മൾ അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇന്റർവെൽ ടൈം കഴിഞ്ഞു മോനെ. അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ അതുപോലെ പൗണിനെ എല്ലാം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ പഠിക്കണ്ടേ. ഞാനെന്നാൽ ഇത് ആ മൂവ്മെൻ്റ് പഠിപ്പിക്കാതെ അവിടെ ഇപ്പം 2-3 ആള് ഓടിയത് നിങ്ങളുണ്ട്. അത് മുമ്പ് ഇവിടെ ഒരാൾ ഇരുന്നില്ലേ, അയാളിപ്പോൾ ഓടി. പിന്നെ അവിടെ ഒരു മഞ്ഞുടുപ്പിട്ട് അയാളും കൂടി കൈവക്കി കളഞ്ഞു. ഇനി നമുക്ക് വേണ്ട ബിഷപ്പിൻ്റെ ബിഷപ്പ് ഇവിടെ ഇരിക്കുവാണെങ്കിൽ അതിന് വേണ്ട ഇങ്ങനെ ചരിഞ്ഞ് ഇവിടെ വെക്കുക.
അതുപോലെ തന്നെ വേണ്ട 1 2 3 4 5 6 7 വേണ്ട 1 2 3 4 5 6 7 8 കണ്ടോ 8 അതുപോലെ പോവാം. അതിന് കുതിര നമ്മൾ ബിഷപ്പിൻ്റെ പഠിച്ചേ. ഞങ്ങൾക്ക് കുതിര എങ്ങനെയാണെങ്കിൽ 1 2 3 ഇതുപോലെയല്ലോ. എങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുവാണെങ്കിൽ 1 2 3 കുതിര പഠിച്ച്. ഇനി രാജ്ഞി കുതിരയെ പോലെ അല്ലാതെ എല്ലാത്തിനെ പോലും രാജ്ഞിക്ക് പോവുക. രാജ്ഞിക്ക് എല്ലാത്തിനെ പോലും പോവാം. പക്ഷെ കുതിരയെ പോലും മാത്രം പോകാൻ പറ്റത്തില്ല. ഇങ്ങനെ പോവാം, ഇങ്ങനെ പോവാം, ഇങ്ങനെ പോവാം, നേരെ പോവാം, വെർട്ടിക്കൽ പോവാം, കോണക്റ്റ് പോവാം, വെർട്ടിക്കൽ പോവാം, ബിഷപ്പ് മൂവ് പോവാം. അതിങ്ങനെ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് റൂക്ക് വെർട്ടിക്കൽ ഹോണറ്റ്സും ഇതുണ്ട്. വെർട്ടിക്കൽ ഈ ഹോണറ്റ്സ്. ഈ രാജാവ് ഇവിടെ ഇരിക്കുവാണെങ്കിൽ ഈ സാധനം ഇപ്പം ഇവിടെ ഇരിക്കുവാണെങ്കിൽ വേണ്ട ഒരടി മാത്രമേ വേണ്ട. ഇങ്ങനെ 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 ഒരടി മാത്രം അങ്ങനെ എങ്ങനെയാണെങ്കിലും രാജാവിന് പോവാം. അങ്ങനെ നമുക്കിനി പഠിക്കാനുള്ള ഒന്നെ ഉണ്ടല്ലോ. വേണ്ട ഇനി നമുക്ക് വേണ്ട പടയാളി. ഇതാണ് നമ്മുടെ ഏറ്റവും ഭാഗ്യമാൻ. ഇതിൻ്റെ ഭാഗ്യം ഞാൻ കാണിക്കാം. ആദ്യമേ 1 2 ആദ്യമേ ഈ പടയാളിയല്ലേ ഇവിടെ വെക്കും. അതിന് 1 2 പിന്നെ അല്ലെങ്കിൽ 1 പോവുക. ആദ്യം 1 പോയാൽ പിന്നെ 1 1 പോവുക. പിന്നെ 2 പോവുക. 1 2 പിന്നെ 1 പോയാൽ കേട്ടോ. ഇനി അന്നെങ്കിൽ ഗായത്രി നമുക്ക് ചെസ് ബോർഡിൻ്റെ കോളൊക്കെ നമ്മൾ പഠിക്കല്ലേ. ഇനി നമുക്കിനി അടുത്തതൊക്കെ പഠിക്കാമെന്ന് പറഞ്ഞാൽ നമുക്കിനി ഓരോൻ്റെ വെട്ടുന്ന സൈസൊക്കെ പഠിക്കാം. ഇപ്പം രാജാവ് ഇവിടെ ഇരിക്കുക. ഇത് വേണ്ട ഈ പടയാളി ഇവിടെ ഇരിക്കുക. വേണ്ട രാജാവ് കളിച്ച് ഒന്ന്, പടയാളി കളിച്ചൊന്ന്, അല്ലെങ്കിൽ രാജാവ് കളിച്ച് പടയാളി ഇങ്ങനെ ചെക്കാക്കിയപ്പോൾ രാജാവ് നേരെ ഇങ്ങനെ ഒന്ന് വെട്ടും. അത്രേ ഉള്ളൂ രാജാവിൻ്റെ. ഇനി നമുക്ക് ബിഷപ്പ് 2 നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട്. 2 ഇനി ഇവിടെ 2 ബിഷപ്പ് ഇരിക്കുകയാണ്. ശുക്രേ എന്താണ് ഇവിടെ ഇരുന്ന ഒരു ബിഷപ്പ് ബ്ലാക്കിൻ്റെ ഇവിടെ ഇരുന്ന ഒരു ബിഷപ്പ് എന്ത് ചെയ്യണം? കിട്ടിയടാ. അങ്ങനെ ഗൈസ് ആദ്യമേ നമ്മൾ വേണ്ട എൻ്റെ വണ്ടിക്ക് പെട്രോൾ ഇല്ല ഇവിടെ പോകും. അങ്ങനെ ഗൈസ് നമുക്ക് ആദ്യമേ വൈറ്റ് കളിച്ച് ഇങ്ങനെ പോയി ഇതിനെ ഇങ്ങനെ വെട്ടി. ഇനി അടുത്തത് വേണ്ട ബ്ലാക്ക് ഇങ്ങനെ പോയി ഇതിനെ ഇങ്ങനെ വെട്ടി. അതുപോലെ 2 ഇങ്ങനെ വരും. അതിനെ ഇങ്ങോട്ടും വെട്ടാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അത് വെട്ടാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നമുക്ക് വെട്ടാൻ പറ്റില്ല. അത് നല്ല ഭാഗ്യമാനാണ് നമ്മളെ പടയാളിക്കത്. അങ്ങനെ വേണ്ട അവരുടെ ക്യൂന് ഇവിടെ ഇരിപ്പുണ്ട്. ക്യൂനിങ്ങനെ വന്ന് വെട്ടി. അപ്പം നമ്മുടെ ഭാഗ്യത്തിനുള്ളത് ഒരു പടയാളിക്കുട്ടൻ ഇവിടെ ഇരിക്കുക. അപ്പം വേണ്ട ഇതിങ്ങോട്ട് നോക്കി. അപ്പം വേണ്ട ഇതിങ്ങോട്ട് നോക്കി. അപ്പം നമുക്കിത് ഇതിനെ എടുത്ത് ഇങ്ങോട്ട് നീക്കി. അപ്പം നമ്മൾ വെട്ടും. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വെട്ടി കിട്ടും. അത് കഴിഞ്ഞ് നേരെ പോകും. ഇത് നമ്മൾ വെക്കും. ഇനി ഇവരെ വയ്ക്കും. ഇവിടെ വന്നു നമ്മളിവിടെ പോയി. ഇത് നമ്മളെ ഇങ്ങനെ വെട്ടാൻ വേണ്ടി നമ്മളിവിടെ പോയി. പിന്നെ ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ വെട്ടാൻ. അപ്പോൾ നമ്മുടെ ഈ പടയാളി നമ്മുടെ പടയാളി വന്നു. അപ്പം നമുക്ക് പടയാളി പോയി. നമുക്കപ്പം ഇത് ബ്ലാക്കിലല്ലേ, നമ്മളും ബ്ലാക്കിലല്ലേ ഒന്ന്. അപ്പം തന്നെ നമുക്കിത് ഇങ്ങനെ കൊണ്ടുപോകും. ഇതിങ്ങനെ വരും. നമ്മളിങ്ങനെ വെട്ടും. അതിനാ നമ്മുടെ പടയാളി. പിന്നെ നിന്നോട് നീ തന്നെ പറയാം. ഏടാ
നമ്മളെല്ലാത്തിനും പഠിച്ചു. അല്ല നീ തന്നെ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഗൈസ് നമുക്ക് ഇതുപോലൊക്കെ നമുക്ക് കളിക്കുന്ന വീഡിയോ ഞാൻ ബസ്സിലായിട്ട് ഞാൻ ഇടാം. യൂട്യൂബിൽ പറ്റുമെങ്കിൽ നോക്കാം കേട്ടോ. സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. ഓ അതിനെന്ത് നല്ലതല്ലേ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം.